കോഴിക്കോട്ടെ മിഠായി തെരുവിലെ ചെറിയൊരു ആഭരണശാലയിൽ പണിയെടുക്കുന്ന രാഘവൻ നായരുടെ കഥയാണിത്. ആ തെരുവിലെ ഇടുങ്ങിയ ഒരു സ്വർണ്ണ ആഭരണശാലയിൽ കഴിഞ്ഞ 35 വർഷമായി രാഘവൻ നായർ ജോലി ചെയ്യുന്നു. സ്വർണത്തിന്റെ തിളക്കത്തേക്കാൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ എപ്പോഴും പ്രതിഫലിച്ചിരുന്നത് ജീവിതത്തോടുള്ള ഉറച്ച നിശ്ചയദാർഢ്യമായിരുന്നു. അതിസൂക്ഷ്മമായി കല്ലുകൾ പതിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വിരലുകളിൽ കാലം കരുതി വെച്ച തഴമ്പുകൾ ഏറെയുണ്ട്. ആ തഴമ്പുകൾ ഓരോന്നും തന്റെ കുടുംബത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ മുദ്രകളായിരുന്നു. രാഘവൻ നായരുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഏകമകൻ സേതുവിന് 5 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകി ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് രാഘവന്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം. ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. എന്റെ മകന് ഒരു രണ്ടാനമ്മയുടെ സ്നേഹക്കുറവ് ഉണ്ടാകരുത്, അവനെ നോക്കാൻ ഈ അച്ഛൻ മാത്രം മതി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. സേതുവിനെ ഒരു രാജകുമാരനെ പോലെ വളർത്താനായിരുന്നു രാഘവൻ ആഗ്രഹിച്ചത്. രാവിലെ 6 മണിക്കുണർന്ന് മകന് ചോറും കറിയും ഉണ്ടാക്കി വെച്ച് അവനെ ഒരുക്കി സ്കൂളിൽ അയച്ച് 8 മണിയോടെ അദ്ദേഹം മിഠായി തെരുവിലെ തന്റെ ചെറിയ പീടികയിലെത്തും. രാത്രി 10 മണി വരെ കണ്ണു കീറി പണിയെടുത്താണ് കിട്ടുന്ന കൂലി കൊണ്ട് അദ്ദേഹം മകന് വേണ്ടതെല്ലാം വാങ്ങി നൽകി. രാഘവൻ നായർ വർഷങ്ങളായി ഒരേ മുണ്ടും ഷർട്ടും തുന്നിക്കെട്ടി ധരിക്കുമ്പോഴും സേതുവിന് കോളേജിൽ പോകാൻ ബ്രാൻഡഡ് വസ്ത്രങ്ങളും വില കൂടിയ വാച്ചും അദ്ദേഹം വാങ്ങിക്കൊടുത്തു. മകൻ നന്നായി പഠിച്ച് വലിയ നിലയിലെത്തിയാൽ തന്റെ ഈ കഷ്ടപ്പാടുകളെല്ലാം അവസാനിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പലപ്പോഴും രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ രാഘവൻ നായരുടെ നടു വേദന കൊണ്ട് പുളയുമായിരുന്നു. സ്വർണ്ണപ്പണി ചെയ്യുമ്പോൾ ദീർഘനേരം കുനിഞ്ഞുനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നട്ടലിനെ ബാധിച്ചു തുടങ്ങിയിരുന്നു. എങ്കിലും മകന്റെ ഉറങ്ങുന്ന മുഖം കാണുമ്പോൾ ആ വേദനകളെല്ലാം അദ്ദേഹം മറക്കും. എന്റെ മകൻ എന്നെ പോലെ കഷ്ടപ്പെടരുത്, അവനൊരു വലിയ ഓഫീസിലിരുന്ന് പേന കൊണ്ട് ഒപ്പിടുന്ന ജോലി ചെയ്യണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക സ്വപ്നം. എന്നാൽ രാഘവൻ നായർ നട്ടുനനച്ച സ്നേഹത്തിന്റെ വിത്തുകൾ സേതുവിൽ വളർത്തിയത് മറ്റൊരു സ്വഭാവമായിരുന്നു. ഒന്നും കഷ്ടപ്പെടാതെ കയ്യിൽ കിട്ടിയതുകൊണ്ട് സേതുവിന് പണത്തിന്റെ മൂല്യമോ അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധമോ മനസ്സിലായില്ല. അച്ഛന്റെ ജോലി അവന് ഒരു തരം അപകർഷബോധമാണ് ഉണ്ടാക്കിയത്. കോളേജിലെ കൂട്ടുകാരുടെ മുന്നിൽ തന്റെ അച്ഛൻ ഒരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനാണെന്ന് പറയാൻ അവൻ ലജ്ജിച്ചു. ആഡംബര ജീവിതത്തോടുള്ള അവന്റെ ആഗ്രഹം ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. രാഘവൻ നായർ കാണാത്ത ഒരു ലോകം സേതു തന്റെ മനസ്സിൽ കെട്ടിപ്പടുക്കുകയായിരുന്നു. അവിടെ അച്ഛനോ ഈ ചെറിയ വീടോ ഉണ്ടായിരുന്നില്ല. ഈ വിടവ് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നുവെന്ന് പാവം രാഘവൻ നായർ അറിഞ്ഞില്ല. സേതുവിന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞതോടെ രാഘവൻ നായർക്ക് തന്റെ ഉത്തരവാദിത്തങ്ങൾ കുറയുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ സേതുവിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. വീട്ടിലെ പഴയ ചുവരുകളും അച്ഛന്റെ വിയർപ്പ് മണക്കുന്ന മുണ്ടും അവന് അരോചകമായി തോന്നിത്തുടങ്ങി. താൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളെ അവൻ വെറുത്തു. നമ്മുടെ ചെറിയ ജീവിതം കൊണ്ട് എങ്ങും എത്താൻ പോകുന്നില്ല അച്ഛാ, എനിക്ക് കൊച്ചിയിലോ ബാംഗ്ലൂരിലോ പോയി വലിയ ബിസിനസ് ചെയ്യണം എന്നവൻ ഇടയ്ക്കിടെ പറയും. മകന്റെ ഉയരങ്ങളിലേക്കുള്ള മോഹമാണെന്ന് കരുതി രാഘവൻ നായർ അത് ചിരിച്ചു തള്ളി. മകൻ വഴിതെറ്റി പോകുന്നത് തടയാൻ ഒരു കുടുംബജീവിതം സഹായിക്കുമെന്ന് കരുതി രാഘവൻ നായർ സേതുവിനായി ഒരു ആലോചന കൊണ്ടുവന്നു. അടുത്ത ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ശ്രീജ എന്ന പെൺകുട്ടിയായിരുന്നു അത്. അവൾ ശാന്ത സ്വരൂപിയായിരുന്നു. രാഘവൻ നായരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനും ആ വീടിന് ഒരു വെളിച്ചമാകാനും അവൾക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിവാഹത്തിനായി രാഘവൻ നായർ തന്റെ ജീവിതകാലത്തെ അവസാന സമ്പാദ്യവും ചെലവാക്കി. മിഠായി തെരുവിലെ കടയുടമയിൽ നിന്ന് വലിയൊരു തുക കടം വാങ്ങിയാണ് അദ്ദേഹം മകന്റെ കല്യാണം നടത്തിയത്. തന്റെ മകൻ ഒരു വീടായി കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ പഠിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ശ്രീജ ആ വീടിന് ഒരു വലിയ ആശ്വാസമായിരുന്നു. അവൾ അതിരാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കുകയും രാഘവൻ നായർക്ക് ചായയും പലഹാരങ്ങളും തയ്യാറാക്കുകയും ചെയ്യും. അദ്ദേഹം ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ വെള്ളം നൽകാനും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കഴുകാനും അവൾക്ക് മടിയുണ്ടായിരുന്നില്ല. രാഘവൻ നായർക്ക് ശ്രീജ മകളില്ലാത്ത വിഷമം തീർത്തു കൊടുത്തു. എന്നാൽ സേതുവിന്റെ ഉള്ളിൽ മറ്റൊന്നായിരുന്നു നടന്നിരുന്നത്. ശ്രീജയുടെ ലളിതമായ വസ്ത്രധാരണവും അവളുടെ ഗ്രാമീണ സ്വഭാവവും അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് തന്റെ സ്റ്റാൻഡേർഡിന് ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കാനോ ഇംഗ്ലീഷ് സംസാരിക്കാനോ അറിയില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കുമായിരുന്നു. നീ എപ്പോഴും ഈ അഴുക്കുപിടിച്ച അടുക്കളയിൽ തന്നെ ഇരുന്നോ, എനിക്ക് ലോകം കാണണം, വലിയ കാറുകളിൽ യാത്ര ചെയ്യണം എന്നവൻ ശ്രീജയോട് പറയുമായിരുന്നു. സേതുവിന്റെ ഈ മാറ്റങ്ങൾ രാഘവൻ നായരെ വേദനിപ്പിച്ചു. എങ്കിലും മരുമകളുടെ മുന്നിൽ വെച്ച് മകനെ ശകാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. സേതു ഇതിനിടെ നഗരത്തിലെ ചില പണക്കാരായ കൂട്ടുകാരുമായി ചേർന്ന് സമയം ചെലവഴിക്കാൻ തുടങ്ങി. അവൻ വീട്ടിൽ വരുന്നത് കുറഞ്ഞു. പലപ്പോഴും രാത്രി വൈകി മദ്യപിച്ച് വരാനും തുടങ്ങി. ശ്രീജ ഈ വേദനകളെല്ലാം കണ്ണീരോടെ സഹിച്ചു. രാഘവൻ നായർ ഇതറിയാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ സേതുവിന്റെ മനസ്സിൽ പണത്തോടുള്ള ആർത്തി ഒരു കാട്ടുതീ പോലെ പടരുകയായിരുന്നു. മിഠായി തെരുവിലെ അച്ഛന്റെ സ്വർണ്ണപ്പണിയും ആ പഴയ വീടും തന്റെ ജീവിതത്തിലെ ശാപമാണെന്ന് അവൻ
അവൻ ഉറച്ചു വിശ്വസിച്ചു. ഇതിനിടയിലാണ് ശ്രീജ ഗർഭിണിയാണെന്ന വാർത്ത ആ വീട്ടിലെത്തുന്നത്. രാഘവൻ നായർക്ക് അതൊരു വലിയ സന്തോഷമായിരുന്നു. പക്ഷേ സേതുവിനെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ സ്വപ്നങ്ങൾക്ക് മുന്നിലെ മറ്റൊരു തടസ്സമായിരുന്നു. കുഞ്ഞുങ്ങൾ ജനിച്ചാൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുമെന്നും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അവൻ പേടിച്ചു. ആ വീട്ടിലെ സന്തോഷത്തിന്റെ വെളിച്ചം അണക്കാൻ പോകുന്ന വലിയൊരു ചതിയുടെ വിത്തുകൾ സേതു തന്റെ ഉള്ളിൽ പാകി തുടങ്ങിയിരുന്നു. ശ്രീജ ഗർഭിണിയാണെന്ന വിവരം രാഘവൻ നായരുടെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷയുടെ തിരുനാളം കൊളുത്തി. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം വരാനിരിക്കുന്ന കൊച്ചുമക്കളുടെ കളിച്ചിരികളിൽ മാഞ്ഞു പോകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ സേതുവിന്റെ പ്രതികരണം തികച്ചും വിപരീതമായിരുന്നു. വാർത്തയറിഞ്ഞ നിമിഷം സന്തോഷിക്കുന്നതിനു പകരം അവൻ ശ്രീജയോട് ചൂടാവുകയാണ് ചെയ്തത്. ഇതുകൂടി വേണമായിരുന്നോ? സ്വന്തം ജീവിതം നോക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അപ്പോഴാണ് പുതിയ ചിലവ് കഴുത്തിൽ വന്നു വീഴുന്നത് എന്ന അവന്റെ വാക്കുകൾ ശ്രീജയുടെ ഹൃദയത്തിൽ ശരങ്ങൾ പോലെ തറച്ചു. മാസങ്ങൾ കടന്നുപോയി. ശ്രീജയുടെ പ്രസവമായപ്പോഴേക്കും സേതുവിന്റെ സ്വഭാവം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലേബർ റൂമിന് മുന്നിൽ കാത്തുനിന്ന രാഘവൻ നായർ കേട്ടത് ഇരട്ട പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു എന്ന വാർത്തയാണ്. അദ്ദേഹം കണ്ണീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. മാളവികയെന്നും കാർത്തികയെന്നും അവർക്ക് പേരിട്ടു. ലക്ഷ്മിയും സരസ്വതിയും തന്റെ വീട്ടിലേക്ക് വന്നതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. മിഠായി തെരുവിലെ ഓരോ കടയിലും അദ്ദേഹം ചെന്ന് മധുരം വിതരണം ചെയ്തു. എനിക്ക് 2 രാജകുമാരിമാർ ജനിച്ചു എന്ന് അദ്ദേഹം അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ വീട്ടിലെ സാഹചര്യം പഴയതിലും മോശമായി. 2 കുഞ്ഞുങ്ങൾ വന്നതോടെ വീടിനുള്ളിൽ എപ്പോഴും കരച്ചിലും ബഹളവുമായി. പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു രാഘവൻ നായർ. കുഞ്ഞുങ്ങൾക്ക് പാലും മരുന്നും വാങ്ങാൻ അദ്ദേഹം രാപ്പകൽ പണിയെടുത്തു. എന്നാൽ സേതു ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരെ ഒന്ന് എടുക്കാനോ ശ്രീജയെ സഹായിക്കാനോ അവൻ തയ്യാറായില്ല. പകരം എനിക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഈ വീട് ഒരു നരകമായി മാറുകയാണ് എന്ന് പറഞ്ഞ് അവൻ രാത്രിയിൽ വീട്ടിൽ വരാതെയായി. കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതിനു പകരം അവരെ വെറും ബാധ്യതയായിട്ടാണ് അവൻ കണ്ടത്. 2 പെൺകുട്ടികളാണ്. ഇവരെ വളർത്താനും കല്യാണം കഴിപ്പിക്കാനും എത്ര പണം വേണ്ടിവരും? എന്റെ ജീവിതം നശിച്ചു എന്നവൻ കൂട്ടുകാരോട് പരിഭവം പറഞ്ഞു. ഇതിനിടയിലാണ് കൊച്ചിയിലെ ഒരു വലിയ ട്രാവൽ കമ്പനിയിൽ സേതുവിന് ഡ്രൈവറായി ജോലി ലഭിക്കുന്നത്. വലിയ പണക്കാരുമായി ഇടപഴകാനും ആഡംബര കാറുകൾ ഓടിക്കാനും അവസരം ലഭിച്ചതോടെ സേതുവിന്റെ മനോഭാവം പൂർണ്ണമായും മാറി. അവൻ വീട്ടിലേക്ക് വരുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമായി. അയക്കുന്ന പണം വളരെ കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ രാഘവൻ നായർക്ക് തന്റെ വിശ്രമവേളകൾ കൂടി ജോലിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. ശ്രീജ പട്ടിണി കിടന്നാണെങ്കിലും തന്റെ മക്കളെ വളർത്തി. രാഘവൻ നായർ ജോലി കഴിഞ്ഞു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ മാറി മാറി എടുക്കും. അദ്ദേഹത്തിന്റെ വിറക്കുന്ന കൈകളിൽ കിടന്ന് അവർ ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലോകത്തിലെ എല്ലാ സമ്പത്തും കിട്ടിയതുപോലെ തോന്നും. എന്നാൽ സേതുവിന്റെ ഉള്ളിൽ ഈ സമയത്ത് മറ്റൊരു വലിയ ചതി രൂപപ്പെടുന്നുണ്ടായിരുന്നു. കൊച്ചിയിലെ ആഡംബര ജീവിതത്തിൽ അവൻ തന്നെ മറന്നു തുടങ്ങിയിരുന്നു. അവിടെ വെച്ചാണ് അവൻ അഞ്ജലി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. തന്റെ വീട്ടിലെ ദാരിദ്ര്യവും ഭാര്യയും കുഞ്ഞുങ്ങളും അവന്റെ മുന്നിൽ വെറും തടസ്സങ്ങളായി മാത്രം മാറി. ആ തടസ്സങ്ങളെ എന്നേക്കുമായി ഒഴിവാക്കാൻ സേതു ഒരു ക്രൂരമായ തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. കൊച്ചിയിലെ തിരക്കേറിയ തെരുവുകളിൽ ആഡംബര കാറുകൾ ഓടിക്കുമ്പോൾ സേതു മറ്റൊരു ലോകത്തായിരുന്നു. അവിടെ മിഠായി തെരുവിലെ കരിപുരണ്ട സ്വർണ്ണപ്പണിയുടെ ഗന്ധമില്ല, കരയുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദമില്ല. കൊച്ചിയിലെ വലിയൊരു ട്രാവൽ കമ്പനിയിൽ ഡ്രൈവറായി ജോലി കിട്ടിയ സേതുവിന് വിദേശികളായ ടൂറിസ്റ്റുകളെയും വലിയ ബിസിനസ്സുകാരെയും പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അവിടെ വെച്ചാണ് അവൻ അഞ്ജലിയെ കാണുന്നത്. നഗരത്തിലെ പ്രമുഖനായ ഒരു വ്യവസായിയുടെ ഏക മകളായിരുന്നു അവൾ. മോഡലായ വസ്ത്രധാരണവും ആത്മവിശ്വാസത്തോടെയുള്ള സംസാരവും അഞ്ജലിയെ സേതുവിന്റെ കണ്ണുകളിൽ ഒരു സ്വപ്നസുന്ദരിയാക്കി മാറ്റി. താൻ ഒരു സാധാരണ കുടുംബത്തിലെ വിവാഹിതനാണെന്ന സത്യം അഞ്ജലിയിൽ നിന്ന് മറച്ചുവെക്കാൻ സേതു തീരുമാനിച്ചു. അവളോട് സംസാരിക്കുമ്പോൾ അവൻ ഏതോ സ്വപ്നലോകത്തായിരുന്നു. അവൻ തന്നെ അവളുടെ മുന്നിൽ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവായി അവതരിപ്പിച്ചു. എന്റെ വീട്ടുകാർ എന്നെ ചതിച്ച് ഒരു നിർബന്ധിത വിവാഹത്തിന് പ്രേരിപ്പിക്കുകയാണ്. ഞാൻ ഒറ്റക്കാണ് എന്റെ ജീവിതം കെട്ടിപ്പടുത്തത് എന്നവൻ നുണകൾ പടച്ചുവിട്ടു. അഞ്ജലിയുടെ സഹതാപം പിടിച്ചുപറ്റാൻ അവൻ എളുപ്പത്തിൽ കഴിഞ്ഞു. അവളോടൊപ്പം കൊച്ചിയിലെ മുന്തിയ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും വലിയ മാളുകളിൽ കറങ്ങി നടക്കുമ്പോഴും സേതു തന്റെ വീട്ടിലെ പട്ടിണിയും ശ്രീജയുടെ കണ്ണീരും പൂർണ്ണമായും മറന്നു. സേതുവിനിപ്പോൾ കോഴിക്കോട്ടെ തന്റെ വീട് ഒരു തടവറ പോലെ തോന്നി. മാളവികയുടെയും കാർത്തികയുടെയും നിഷ്കളങ്കമായ ചിരി അവനെ അലോസപ്പെടുത്തി. എനിക്ക് ഈ ജീവിതം വേണ്ട, എനിക്ക് അഞ്ജലിയെ പോലെയുള്ള ഒരാളെയാണ് പങ്കാളിയായി വേണ്ടത് എന്നവൻ ഉറപ്പിച്ചു. അഞ്ജലിയുടെ അച്ഛന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് തനിക്ക് രക്ഷപ്പെടാമെന്ന് അവൻ കണക്കുകൂട്ടി. പക്ഷേ അതിനായി തന്റെ പഴയ ജീവിതത്തെ പൂർണ്ണമായും വെട്ടിമുറിക്കേണ്ടതുണ്ടായിരുന്നു. അവൻ ശ്രീജയെയും കുഞ്ഞുങ്ങളെയും കാണാൻ കോഴിക്കോട്ടേക്ക് വരുന്നത് മാസത്തിൽ ഒരിക്കൽ മാത്രമായി കുറച്ചു. വന്നാൽ തന്നെ ആരോടും മിണ്ടാതെ ദേഷ്യപ്പെട്ടു മടങ്ങും. ഇതിനിടയിൽ രാഘവൻ നായർ മകന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സേതു അയക്കുന്ന പണം കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങളുടെ പാലിനും മരുന്നിനും പോലും തികയാതെയായി. ശ്രീജ പലപ്പോഴും പട്ടിണി കിടന്നാണ് കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത്. രാഘവൻ നായർ തന്റെ പീടികയിൽ ഓവർ ടൈം ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വീട് പുലർത്തിയിരുന്നത്. ഒരിക്കൽ രാഘവൻ നായർ മകനോട് ചോദിച്ചു, സേതു, നീ എന്തിനാണ് ഇങ്ങനെ മാറിപ്പോകുന്നത്? നിനക്ക് 2 കുഞ്ഞുങ്ങളില്ലേ? അവരെ വളർത്തേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ? എന്നാൽ സേതുവിന്റെ മറുപടി ക്രൂരമായിരുന്നു. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അവരുടെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ നോക്കിക്കോ. എനിക്കെന്റെ ജീവിതം നോക്കണം. സേതുവിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അഞ്ജലിയോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങുക. അതിനായി അവനൊരു വലിയ ചതി ആസൂത്രണം ചെയ്തു. വീട്ടിൽ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് സ്വർണ്ണാഭരണങ്ങളും ശ്രീജയുടെ വിവാഹമോതിരവും അവൻ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. തന്റെ ഭൂതകാലത്തെ എല്ലാ അടയാളങ്ങളും നശിപ്പിച്ച് ഒരു രാത്രിയിൽ എന്നേക്കുമായി പോകാൻ അവൻ പദ്ധതിയിട്ടു. ആ പാവം കുടുംബം തങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അപ്പോഴും അറിഞ്ഞിരുന്നില്ല. സേതു എന്ന അച്ഛന്റെയും ഭർത്താവിന്റെയും മുഖം അഴിഞ്ഞു വീഴാൻ ഇനി അധികം സമയമില്ലായിരുന്നു. കോഴിക്കോട്ടെ ആ പഴയ തറവാട് വീടിന് മുകളിൽ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നു. ജനൽ പാളികൾ കാറ്റിലടിച്ച് ശബ്ദമുണ്ടാക്കുമ്പോൾ അകത്ത് മാളവികയും കാർത്തികയും വിശപ്പടക്കി അപ്പൂപ്പന്റെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങുകയായിരുന്നു. ആ രാത്രി പക്ഷേ സേതുവിന് ഉറക്കമില്ലാത്ത ഒന്നായിരുന്നു. അവന്റെ കണ്ണുകളിൽ സ്നേഹത്തിനു പകരം കഠിനമായ ഒരു നിശ്ചയദാർഢ്യം മാത്രമുണ്ടായിരുന്നു. അഞ്ജലിയോടൊപ്പം കൊച്ചിയിൽ കെട്ടിപ്പടുക്കാൻ പോകുന്ന ആഡംബര ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ അവനെ അന്ധനാക്കിയിരുന്നു. വീടിന്റെ മൂലയിൽ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ മരപ്പെട്ടിക്കരികിലേക്ക് അവൻ പൂച്ചയെ പോലെ നടന്നു. രാഘവൻ നായർ തന്റെ ജീവിതകാലം മുഴുവൻ മിഠായി തെരുവിൽ പണിയെടുത്തുണ്ടാക്കിയ തുച്ഛമായ സമ്പാദ്യവും ശ്രീജയുടെ പണിയപ്പെടുത്താത്ത അവസാനത്തെ 2 സ്വർണ്ണ വളകളും അതിനുള്ളിലുണ്ടായിരുന്നു. വിറക്കുന്ന കൈകളോടെയാണെങ്കിലും യാതൊരു കുറ്റബോധവുമില്ലാതെ സേതു അവയെടുത്ത് തന്റെ ബാഗിലാക്കി. താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ആ വൃദ്ധന്റെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും അന്നം മുട്ടിക്കുമെന്ന ചിന്ത അവനെ അലട്ടിയില്ല. ബാഗുമായി വാതിലിനടുത്തേക്ക് നീങ്ങിയ സേതുവിനെ കണ്ട് ശ്രീജ ഞെട്ടിപ്പോയി. ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് വന്ന് അവൾ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. സേതുവേട്ടാ, ഈ പാദയാത്രയിൽ എങ്ങോട്ടാണ്? പുറത്ത് നല്ല മഴയല്ലേ? അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. സേതു അവളെ ഗൗനിക്കാതെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ശ്രീജ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. പോകരുത്, മക്കൾക്ക് പനിയാണ്, അച്ഛൻ വയ്യാതെ കിടക്കുകയാണ്, ഞങ്ങളെ ഇങ്ങനെ തനിച്ചാക്കി പോകരുത്. സേതുവിന്റെ മുഖത്ത് പുച്ഛമായിരുന്നു. അവൻ അവളെ ശക്തിയായി തള്ളി മാറ്റി. ശ്രീജ നിലത്ത് തെറിച്ചു വീണു. അവളുടെ തല കട്ടിലിന്റെ മൂലയിൽ തട്ടി രക്തം പൊടിഞ്ഞു. ശബ്ദം കേട്ട് രാഘവൻ നായർ ഓടിയെത്തി. മകന്റെ കയ്യിലെ ബാഗും മരുമകളുടെ വീഴ്ചയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. സേതു, വേണ്ടടാ, ഇത് നിന്റെ ചോരയാണ്. ഈ കുഞ്ഞുങ്ങളെയും ഈ പാവത്തിനെയും നീ എവിടെ കൊണ്ടുപോയി തള്ളാനാണ്? രാഘവൻ നായർ കരഞ്ഞുകൊണ്ട് മകന്റെ കാലു പിടിച്ചു. മതി, നിർത്ത് ഈ അഭിനയം. എനിക്ക് ഈ പട്ടിണി ജീവിതം മടുത്തു. നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ എന്നും ഈ പഴയ വീട്ടിൽ തന്നെ കഴിയേണ്ടി വരും. കൊച്ചിയിൽ എനിക്ക് പുതിയൊരു ജീവിതമുണ്ട്. അവിടെ എന്നെ സ്നേഹിക്കാൻ അഞ്ജലിയുണ്ട്. ഇനി എന്നെ അന്വേഷിച്ച് ആരും വരണ്ട. സേതു അട്ടഹസിച്ചു. രാഘവൻ നായർ വിറക്കുന്ന കൈകൾ കൊണ്ട് മകനെ തടയാൻ നോക്കി. നീ ഇന്ന് ഈ പടി ഇറങ്ങിയാൽ നിനക്ക് പിന്നീട് കയറി വരാൻ ഈ വീടുണ്ടാകില്ല സേതു. നിന്റെ അമ്മയുടെ ആത്മാവ് നിനക്ക് മാപ്പ് തരില്ല. പക്ഷേ സേതു തിരിഞ്ഞു നോക്കിയില്ല. പെയ്യുന്ന മഴയിലേക്ക് അവൻ ബാഗുമായി ഇറങ്ങി ഓടി. ഇരുട്ടിൽ ആ കാറ് അപ്രതീക്ഷമാകുമ്പോൾ ശ്രീജയുടെ നിലവിളിയും കുഞ്ഞുങ്ങളുടെ കരച്ചിലും മഴയുടെ ഇരുമ്പലിൽ അലിഞ്ഞുപോയി. രാഘവൻ നായർ തകർന്നുപോയി. തന്റെ മകൻ ഒരു കൊടും ചതിയനായി മാറിയെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നിലത്തു വീണ് കിടക്കുന്ന ശ്രീജയെ അദ്ദേഹം പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ ജീവനില്ലാത്തതുപോലെ തോന്നി. വഞ്ചിക്കപ്പെട്ട് ഒരു പെണ്ണിന്റെ ആത്മാവ് ആ നിമിഷം തന്നെ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു. ആ രാത്രി ആ കുടുംബത്തിന്റെ അവസാനത്തെ സന്തോഷവും സേതു കൊണ്ടുപോയി. മഴ തോർന്നിട്ടും ആ വീടിനുള്ളിലെ കണ്ണീർ മഴ അവസാനിച്ചിരുന്നില്ല. തന്റെ മക്കൾക്ക് ഒരച്ഛനില്ലാതെയായെന്നും തനിക്കിനി ആരും തുണയില്ലെന്നും തിരിച്ചറിഞ്ഞ ശ്രീജ ആ രാത്രിക്ക് ശേഷം മിണ്ടിയിട്ടില്ല. വിധി അതിന്റെ ക്രൂരമായ കളി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സേതു പടിയിറങ്ങിപ്പോയ ആ രാത്രിക്ക് ശേഷം ആ പഴയ വീട് ഒരു ശ്മശാനം പോലെ നിശബ്ദമായി. ഭർത്താവിന്റെ വഞ്ചനയും ആ ക്രൂരമായ വാക്കുകളും ശ്രീജയുടെ ഹൃദയത്തെ പാടെ തകർത്തിരുന്നു. ആദ്യത്തെ കുറച്ചു ദിവസം അവൾ ഭ്രാന്തിയെ പോലെ കരഞ്ഞെങ്കിലും പിന്നീട് അവൾ പൂർണ്ണമായും മൗനത്തിലേക്ക് വഴുതി വീണു. ജനൽക്കൽ നോക്കി മണിക്കൂറോളം അവൾ ഇരുന്നു. കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ പോലും അവരെ എടുക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കില്ലായിരുന്നു. ശ്രീജയുടെ ആ അവസ്ഥ രാഘവൻ നായരെ വല്ലാതെ ഭയപ്പെടുത്തി. രാഘവൻ നായർക്കിപ്പോൾ ഇരട്ടി ഭാരമായി. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കഞ്ഞി ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. അതിനുശേഷം മിഠായി തെരുവിലെ തന്റെ പീടികയിലേക്ക് ഓടും. സേതു കൊണ്ടുപോയ സ്വർണവും പണവും തിരിച്ചുണ്ടാക്കണം. മരുമകളുടെ ചികിത്സ നോക്കണം. കുഞ്ഞുങ്ങളെ വളർത്തണം. അദ്ദേഹത്തിന്റെ വിറക്കുന്ന കൈകൾ സ്വർണപ്പണി ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോയി. എങ്കിലും ആ വൃദ്ധൻ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ശ്രീജയുടെ ആരോഗ്യനില ദിവസം ചെല്ലുന്തോറും വഷളായിക്കൊണ്ടിരുന്നു. അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഭർത്താവിന്റെ ചതി
അവളെ അത്രമേൽ തളർത്തിയിരുന്നു. അവളുടെ കണ്ണുകൾ എപ്പോഴും ശൂന്യതയിലേക്ക് നോക്കി നിന്നു. നാട്ടുകാരുടെ പരിഹാസവും ചോദ്യവും അവളെ കൂടുതൽ തളർത്തി. അവൻ വലിയ പെണ്ണിന്റെ കൂടെ പോയല്ലേ എന്ന അയൽക്കാരുടെ അടക്കം പറച്ചിലുകൾ അവളുടെ കാതുകളിൽ തളച്ചു കയറി. ഒടുവിൽ കടുത്ത വിഷാദരോഗം അവളെ ബാധിച്ചു. മാളവികക്കും കാർത്തികക്കും ഇപ്പോൾ 1 വയസ്സ് തികയാറായി. അവരുടെ ഓരോ വളർച്ചയും രാഘവൻ നായർ മാത്രമാണ് കണ്ടത്. അമ്മയുടെ അരികിൽ ചെന്ന് അവർ കളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശ്രീജ അവരെ ഒന്ന് തൊടാൻ പോലും തയ്യാറായില്ല. അവളുടെ ഉള്ളിലെ സ്നേഹം വറ്റിപ്പോയതുപോലെ തോന്നി. ഒടുവിൽ ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ രാഘവൻ നായർ കണ്ടത് അവശയായി നിലത്ത് കിടക്കുന്ന ശ്രീജയെയാണ്. അവളുടെ ശ്വാസം നിലച്ചു തുടങ്ങിയിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് ശ്രീജ മുത്തച്ഛന്റെ കൈകൾ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഒഴുകി. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. എനിക്കിനി വയ്യ. എന്റെ മക്കളെ, അവരെ ലോകത്ത് ഒറ്റപ്പെടുത്തരുത്. അവരെ വലിയ നിലയിലെത്തിക്കണം. ആ ചതിയന്റെ നിഴൽ പോലും അവർക്ക് മേൽ വീഴരുത്. ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും അവളുടെ കൈകൾ അയഞ്ഞു. ശ്രീജ എന്നേക്കുമായി വിടവാങ്ങി. കോഴിക്കോട്ടെ ആ പഴയ വീട്ടിൽ നിന്ന് മറ്റൊരു ശവം കൂടി ഇറങ്ങിയപ്പോൾ രാഘവൻ നായർ വാവിട്ട് കരഞ്ഞു. തന്റെ മകൻ കാരണം ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ശവസംസ്കാരം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം കണ്ടത് അമ്മയെ അന്വേഷിച്ച് കരയുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്. അദ്ദേഹം അവരെ മാറോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഉപേക്ഷിച്ചു. അമ്മ നിങ്ങളെ വിട്ടുപോയി. പക്ഷേ ഈ അപ്പൂപ്പൻ മരിക്കുന്നത് വരെ നിങ്ങളെ തണലായി കാക്കും. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്ന ഒരു നിലയിൽ ഞാൻ നിങ്ങളെ എത്തിക്കും. രാഘവൻ നായരുടെ കണ്ണുകളിൽ അപ്പോൾ സങ്കടമായിരുന്നില്ല, തീക്ഷ്ണമായ ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. സേതുവിനോടുള്ള പകയല്ല, മറിച്ച് തന്റെ കൊച്ചുമക്കളോട് നീതി കാണിക്കണമെന്ന വാശിയായിരുന്നു അത്. അമ്മയില്ലാത്ത, അച്ഛൻ ഉപേക്ഷിച്ച ആ മക്കളുടെ ലോകം ഇനി ആ വൃദ്ധന്റെ കൈകളിലായിരുന്നു. വിധി അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയൊരു പരീക്ഷണം വെച്ചിരിക്കുകയാണ്. അത് നേരിടാൻ അദ്ദേഹം തയ്യാറെടുത്തു കഴിഞ്ഞു. ശ്രീജയുടെ മരണത്തിന് ശേഷം രാഘവൻ നായരുടെ ജീവിതം ഒരു കഠിന തപസ്സായി മാറി. 60 വയസ്സ് കഴിഞ്ഞ ആ ശരീരത്തിന് വിശ്രമം എന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു. മകൻ വഴിയിൽ ഉപേക്ഷിച്ച ആ 2 പിഞ്ചു ജീവനുകളെ വളർത്തുക എന്നത് അദ്ദേഹത്തിന് വെറുമൊരു കടമയല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ അർത്ഥമായി മാറി. മാളവികക്കും കാർത്തികക്കും അമ്മയും അച്ഛനും മുത്തച്ഛനുമെല്ലാം അദ്ദേഹം തന്നെയായിരുന്നു. രാവിലെ 4 മണിക്ക് ആ പഴയ വീട്ടിൽ വിളക്ക് തെളിയും. കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കി അവരുടെ വസ്ത്രങ്ങൾ കഴുകി അവരെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവരെയും കൊണ്ട് മിഠായി തെരുവിലേക്ക് നടക്കും. വീട്ടിൽ തനിച്ചാക്കിയാൽ അവരെ നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഭരണശാലയുടെ ഉടമയോട് അദ്ദേഹം അനുവാദം ചോദിച്ചു. രാഘവന്റെ വിശ്വസ്തതയും കഷ്ടപ്പാടും അറിയുന്ന ഉടമ സന്തോഷത്തോടെ സമ്മതിച്ചു. മിഠായി തെരുവിലെ ഇടുങ്ങിയ ആഭരണശാലയുടെ ഒരു മൂലയിൽ രാഘവൻ നായർ തന്റെ തോർത്ത് വിരിക്കും. അവിടെ മാളവികയും കാർത്തികയും കളിപ്പാട്ടങ്ങൾക്കിടയിൽ ഇരുന്ന് ചിരിക്കുകയും കളിക്കുകയും ചെയ്യും. തൊട്ടടുത്ത് തന്നെ ഇരുന്ന് രാഘവൻ നായർ കണ്ണട വെച്ച് അതിസൂക്ഷ്മമായി സ്വർണത്തിൽ കല്ലുകൾ പതിപ്പിക്കും. മുനയുള്ള കൂടം തട്ടുന്ന ശബ്ദം കേട്ട് കുഞ്ഞുങ്ങൾ പേടിച്ച് കരയുമ്പോൾ അദ്ദേഹം പണി നിർത്തി അവരെ എടുത്ത് സമാധാനിപ്പിക്കും. പലപ്പോഴും ഒരു കൈകൊണ്ട് കുഞ്ഞിനെ തൊട്ടിയിലാട്ടിയും മറു കൈകൊണ്ട് സ്വർണപ്പണി ചെയ്തും അദ്ദേഹം ആ ദിവസങ്ങൾ തള്ളി നീക്കി. താൻ പഴയ മുണ്ടും നരച്ച ഷർട്ടും ധരിക്കുമ്പോഴും തന്റെ കൊച്ചുമക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. തന്റെ ഭക്ഷണത്തിന്റെ വിഹിതം കുറച്ച് അവർക്ക് പഴങ്ങളും പാലും വാങ്ങി നൽകി. ഇടയ്ക്ക് ജോലി തിരക്കിനിടയിൽ തന്റെ തളർന്ന കൈകൾ നോക്കി അദ്ദേഹം നെടുവീർപ്പിടും. വിരലുകൾ പലപ്പോഴും സ്വർണ്ണ കല്ലുകളുടെ മൂർച്ചയിൽ മുറിഞ്ഞു ചോര പൊടിയുമായിരുന്നു. എങ്കിലും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ ആ വേദനകളെല്ലാം മാഞ്ഞു പോകും. കുഞ്ഞുങ്ങൾ വളർന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ രാഘവൻ നായർ ഓവർ ടൈം ജോലി ചെയ്യാൻ തീരുമാനിച്ചു. രാത്രി വൈകി കടയടച്ചാലും അദ്ദേഹം വീട്ടിൽ വന്നിരുന്ന് ചെറിയ പണികൾ ചെയ്യും. അയൽപ്പക്കത്തെ കുട്ടികൾ അച്ഛന്റെ കൂടെ നടക്കുന്നത് കാണുമ്പോൾ മാളവികയും കാർത്തികയും ചോദിക്കുമായിരുന്നു, അപ്പുപ്പ, ഞങ്ങളുടെ അച്ഛൻ എവിടെയാണ്? ആ ചോദ്യത്തിനു മുന്നിൽ അദ്ദേഹം പതറിപ്പോകും. നിങ്ങളുടെ അച്ഛൻ ദൂരെ ഒരു വലിയ നാട്ടിൽ ജോലി ചെയ്യുകയാണ് മക്കളെ, അദ്ദേഹം വരും എന്ന് നുണ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളം നീറുമായിരുന്നു. രാഘവൻ നായർക്ക് തന്റെ കാഴ്ച കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സ്വർണ്ണപ്പണി പോലെ അതിസൂക്ഷ്മമായ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മടിച്ചു. എങ്കിലും തന്റെ മക്കൾക്ക് ഒരു നല്ല ഭാവി നൽകണമെന്ന വാശി അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. സ്കൂളിലെ ഫീസും വസ്ത്രങ്ങളും പുസ്തകങ്ങളും വാങ്ങാൻ അദ്ദേഹം തന്റെ അവസാനത്തെ ചില്ലിക്കാശ് വരെ മാറ്റിവെച്ചു. മക്കൾ പഠനത്തിൽ മിടുക്കുകളാണെന്ന് അറിഞ്ഞപ്പോൾ ആ വൃദ്ധന്റെ മനസ്സ് നിറഞ്ഞു. അവർക്ക് അമ്മയില്ലെന്നോ അച്ഛനില്ലെന്നോ ഉള്ള കുറവ് ആരും അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കഠിനാധ്വാനത്തിന്റെ തീച്ചൂളയിൽ വെന്ത് രാഘവൻ നായർ തന്റെ മക്കളെ സ്വർണം പോലെ തിളക്കമുള്ളവരാക്കി വളർത്തിയെടുക്കുകയായിരുന്നു. ആ പോരാട്ടം വെറുതെ ആകില്ലെന്ന് വിധി അപ്പോഴും എവിടെയോ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാലം ആ പഴയ തറവാടിന്റെ ചുവരുകളിൽ പുതിയ ചിത്രങ്ങൾ വരച്ചു ചേർത്തു. രാഘവൻ നായർക്ക് വയസ്സായി.
അദ്ദേഹത്തിന്റെ തണലിൽ വളർന്ന മാളവികയും കാർത്തികയും വെറും കുട്ടികളല്ല, മറിച്ച് സ്വപ്നങ്ങളുള്ള നിശ്ചയദാർഢ്യമുള്ള യുവതികളായി വളർന്നു കഴിഞ്ഞു. മുത്തച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞാണ് അവർ വളർന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികൾ വിനോദയാത്രകൾക്കും ഉല്ലാസങ്ങൾക്കും പണം കണ്ടെത്തുമ്പോൾ മാളവികയും കാർത്തികയും മുത്തച്ഛന്റെ പീടികയിൽ വന്നിരുന്ന് ചെറിയ മുത്തുകൾ കോർക്കാനും സ്വർണത്തിന്റെ മിനുക്കുപണികൾ കണ്ടു പഠിക്കാനുമാണ് സമയം കണ്ടെത്തിയത്. തങ്ങളുടെ അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയവനാണെന്നും അമ്മ മരിച്ചത് ആ സങ്കടം കൊണ്ടാണെന്നും മുത്തച്ഛൻ ഒരിക്കലും അവരോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരെ അത് ബോധ്യപ്പെടുത്തിയിരുന്നു. തങ്ങളെ ആരും സംരക്ഷിക്കാനില്ലെന്നും തങ്ങളുടെ ഏക ലോകം ഈ മുത്തച്ഛനാണെന്നും അവർക്കറിയാം. ഡിഗ്രി പഠനം കഴിഞ്ഞതോടെ മാളവിക തന്റെ കഴിവ് ഫാഷൻ ഡിസൈനിങ്ങിലും വസ്ത്രനിർമ്മാണത്തിലും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. കാർത്തികയാകട്ടെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും കണക്കുകൾ കൈകാര്യം ചെയ്യാനും മിടുക്കിയായിരുന്നു. അപ്പുപ്പ, നമ്മൾ ഈ ചെറിയ മുറിയിൽ ഒതുങ്ങി നിന്നാൽ പോരാ. മുത്തച്ഛൻ സ്വർണത്തിൽ ചെയ്ത ആ കഠിനാധ്വാനം ഞങ്ങൾ വസ്ത്രങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മാളവിക ഒരിക്കൽ പറഞ്ഞു. മാധവൻ നായർ തന്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് തന്റെ ആയുഷ്കാല സമ്പാദ്യമായ കുറച്ച് പണം അവർക്ക് നൽകി. തന്റെ മരുമകൾ ശ്രീജയുടെ ആഗ്രഹമായിരുന്നു അവരെ വലിയ നിലയിലെത്തിക്കുക എന്നത്. ആ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം തന്റെ അവസാനത്തെ ചില്ലിക്കാശും അവർക്കായി കരുതി വെച്ചിരുന്നു. കോഴിക്കോട്ടെ ഒരു ചെറിയ വാടക മുറിയിൽ 2 തയ്യൽ മെഷീനുകൾ മാത്രമായാണ് അവർ ആദ്യ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങിയത്. മുത്തച്ഛന്റെ കൈപുണ്യം മാളവികയുടെ ഡിസൈനുകളിൽ തെളിഞ്ഞു. സ്വർണ്ണാഭരണങ്ങളിൽ മുത്തുകൾ പതിപ്പിക്കുന്നത് പോലെ അവൾ വസ്ത്രങ്ങളിൽ നൂലുകൾ കൊണ്ട് വിസ്മയം തീർത്തു. കാർത്തിക കോഴിക്കോട്ടെ വലിയ വസ്ത്ര വ്യാപാരശാലകളിൽ കയറിയിറങ്ങി ഓർഡറുകൾ പിടിച്ചു. തുടക്കത്തിൽ പലരും ആ പെൺകുട്ടികളെ പുച്ഛിച്ചു തള്ളി. 2 പെൺപിള്ളേർക്ക് എന്ത് ബിസിനസ് അറിയാം എന്ന ചോദ്യങ്ങൾ അവരെ തളർത്തിയില്ല. പകരം ഓരോ നിരാസവും അവർക്ക് ഊർജമായി മാറി. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വസ്ത്രങ്ങൾക്ക് വിപണിയിൽ വലിയ ഡിമാൻഡ് വന്നു തുടങ്ങി. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ നൽകുന്നത് അവർക്ക് വലിയ പേര് നേടിക്കൊടുത്തു. 2 മെഷീനുകൾ 10 ആയി, 10 50 വർഷങ്ങൾ കടന്നുപോയപ്പോൾ കോഴിക്കോട്ടെ ഏറ്റവും വലിയ വസ്ത്രനിർമ്മാണ യൂണിറ്റായി ആദ്യ ടെക്സ്റ്റൈൽസ് വളർന്നു. വടക്കൻ കേരളത്തിലെ വലിയ ഷോറൂമുകളെല്ലാം അവരുടെ ബ്രാൻഡ് സ്ഥാനം പിടിച്ചു. അന്ന് മിഠായി തെരുവിൽ കൊച്ചുമക്കളെ കാവലിരുത്തി സ്വർണ്ണപ്പണി ചെയ്തിരുന്ന രാഘവൻ നായർക്ക് അതൊരു വലിയ അത്ഭുതമായിരുന്നു. ഇന്നവർ കോഴിക്കോട്ടെ ഹൈലൈറ്റ് മാളിന് സമീപം സ്വന്തമായി ഒരു വലിയ ഫാക്ടറിയും ഓഫീസും നടത്തുന്നു. 100 കണക്കിന് സ്ത്രീകൾക്ക് അവർ ജോലി നൽകി. തങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം മുത്തച്ഛൻ പകർന്നു നൽകിയ കഠിനാധ്വാനമാണെന്ന് അവർ വിശ്വസിച്ചു. സ്വന്തമായി ഒരു വലിയ കാറും പുതിയ വീടും വാങ്ങിയപ്പോൾ ആദ്യം അവർ കൊണ്ടുപോയി ഇരുത്തിയത് മുത്തച്ഛനെയായിരുന്നു. അപ്പുപ്പ, ഇത് നിങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് എന്ന് മാളവിക പറയുമ്പോൾ രാഘവൻ നായരുടെ കണ്ണു നിറഞ്ഞു. എങ്കിലും ആ സന്തോഷത്തിനിടയിലും മുത്തച്ഛന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. എവിടെയോ അലഞ്ഞു തിരിയുന്ന തന്റെ മകൻ സേതു. അവൻ എവിടെയായിരിക്കും? എന്ത് ചെയ്യുകയായിരിക്കും? മക്കൾക്ക് അവനോടുള്ള വെറുപ്പ് എത്രത്തോളമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എങ്കിലും ഒരച്ഛൻ എന്ന നിലയിൽ അവന്റെ തകർച്ച അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. തന്റെ മക്കൾ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അവരെ ഉപേക്ഷിച്ചു പോയ ആ അച്ഛൻ വിധി കാത്തുവെച്ച ക്രൂരമായ ഒരു ശിക്ഷയുടെ വക്കിലായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ വലിയ ഫ്ലക്സ് ബോർഡുകളിൽ തന്റെ മക്കളുടെ ചിത്രം തെളിയുന്നത് കാണാൻ സേതു അവിടെ ഉണ്ടായിരുന്നില്ല. പണത്തിനും ആഡംബരത്തിനും വേണ്ടി സ്വന്തം രക്തത്തെ തള്ളിപ്പറഞ്ഞവൻ അതിന്റെ തിരിച്ചടി നേരിടാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വിധി അതിന്റെ അവസാനത്തെ നീക്കം നടത്താൻ തയ്യാറെടുക്കുകയാണ്. മറുഭാഗത്ത് പണത്തിന് പിന്നാലെയുള്ള സേതുവിന്റെ പാച്ചിൽ ഒരു സ്വപ്ന ലോകത്തെന്നതുപോലെയായിരുന്നു തുടക്കത്തിൽ. കൊച്ചിയിലെ ആഡംബര ഫ്ളാറ്റുകളും കണ്ണ് ചിമ്പിക്കുന്ന രാത്രി പാർട്ടികളും അഞ്ജലിയുടെ സ്നേഹവും അവനെ ലഹരി പിടിപ്പിച്ചു. കോഴിക്കോട്ടെ തന്റെ വീടും അവിടെ തന്നെ കാത്തിരിക്കുന്ന കണ്ണീരും അവൻ പാടെ മറന്നു. അഞ്ജലിയുടെ അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒരു പ്രാധാനിയായി അവൻ വളർന്നു. എന്നാൽ ആ വളർച്ചയുടെ അടിത്തറ ചതിയായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. അഞ്ജലിക്ക് സേതുവിനോടുള്ളത് സ്നേഹമായിരുന്നില്ല, മറിച്ച് ഒരു കളിപ്പാട്ടത്തോടുള്ള താല്പര്യം മാത്രമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ സേതു അമിതമായ മദ്യപാനത്തിലേക്കും അഹങ്കാരത്തിലേക്കും വഴുതു വീണു. ബിസിനസ്സിൽ വലിയ തുകകൾ അവൻ നഷ്ടപ്പെടുത്തി. ഇതിനിടയിൽ അഞ്ജലിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി. അവൾക്ക് സേതുവിനേക്കാൾ വലിയ സമ്പന്നരായ കൂട്ടുകാരെ ലഭിച്ചതോടെ സേതു അവൾക്കൊരു ബാധ്യതയായി മാറി. എങ്കിലും സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചു വന്ന തനിക്ക് മറ്റൊരു ഇടമില്ലെന്ന ബോധ്യം അവനെ അവിടെ പിടിച്ചു നിർത്തി. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊരു ക്രൂരതയായിരുന്നു. ഒരു മഴയുള്ള രാത്രിയിൽ കൊച്ചിയിലെ ഒരു ക്ലബിൽ നിന്ന് മദ്യപിച്ച് അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു സേതു. എറണാകുളം ബൈപ്പാസിലെ ഒരു വളവിൽ വെച്ച് അവന്റെ നിയന്ത്രണം തെറ്റി. കാറ് വലിയൊരു ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. കറങ്ങി മറിഞ്ഞ് അപ്പുറത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് ഇടിച്ചു നിന്നു. കാർ തകർന്ന് തരിപ്പണമായി. നാട്ടുകാർ ഓടിക്കൂടി അവനെ പുറത്തെടുക്കുമ്പോൾ ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു സേതു. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോൾ സേതു കണ്ടത് വെളുത്ത ചുവരുകളായിരുന്നു. എഴുന്നേൽക്കാൻ
എഴുന്നേൽക്കാൻ ശ്രമിച്ച അവന് തന്റെ ശരീരത്തിന്റെ താഴ്ഭാഗം അനക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായി. ഡോക്ടർമാർ അവനോട് ആ ക്രൂരമായ സത്യം വെളിപ്പെടുത്തി. മിസ്റ്റർ സേതു, ആക്സിഡന്റിൽ നിങ്ങളുടെ നട്ടെല്ലിന് കടുത്ത ക്ഷതമേറ്റിട്ടുണ്ട്. 2 കാലുകളിലെയും ഞരമ്പുകൾ പൂർണ്ണമായും തകർന്നു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല. ആ വാക്കുകൾ കേട്ടതും സേതുവിന്റെ ലോകം ഇരുണ്ടുപോയി. സേതു പ്രതീക്ഷിച്ചത് അഞ്ജലിയുടെ കരുതലായിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ആശുപത്രിയിലെത്തിയ അഞ്ജലി അവനോട് പറഞ്ഞത് മറ്റൊന്നാണ്. സേതു, ഈ കാലില്ലാത്ത നിന്റെ കൂടെ ഇനി ജീവിതം കളയാൻ എനിക്ക് കഴിയില്ല. നിന്റെ ട്രീറ്റ്മെന്റിനുള്ള പണം എന്റെ അച്ഛൻ അടച്ചിട്ടുണ്ട്. ഇനി എന്റെ ജീവിതത്തിലേക്ക് നിനക്ക് പ്രവേശനമില്ല. അവൾ കൈവീശി നടന്നു പോകുമ്പോൾ സേതു അലറി വിളിച്ചു. പക്ഷെ അവന്റെ ഒച്ച കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പണവും ആരോഗ്യവും പ്രതാപവും പോയ സേതു ഒടുവിൽ ഒരു വീൽചെയറിലായി. അഞ്ജലിയുടെ വീട്ടുകാർ അവനെ നഗരത്തിലെ ഒരു അനാഥാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി തള്ളി. അവിടെ നിന്ന് അവൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. താൻ കൊച്ചിയിലെ ആഡംബര കാറുകളിൽ പറന്നു നടന്ന അതേ വഴികളിലൂടെ ഇപ്പോൾ സേതു വീൽചെയറിൽ ഭിക്ഷയാചിക്കാൻ തുടങ്ങി. വിശപ്പും തണുപ്പും അവനെ വേട്ടയാടി. മദ്യപാനം മൂലം മെലിഞ്ഞുണങ്ങിയ അവനെ കണ്ടാൽ ആരും തിരിച്ചറിയില്ലായിരുന്നു. രാത്രികളിൽ തെരുവോരത്ത് കിടക്കുമ്പോൾ സേതു തന്റെ പഴയ വീട് ഓർമ്മ വന്നു. മിഠായി തെരുവിലെ അച്ഛന്റെ വിയർപ്പിന്റെ മണം, ശ്രീജയുടെ ശാന്തമായ മുഖം, താൻ എടുക്കാത്ത തന്റെ ഇരട്ടക്കുട്ടികളുടെ കരച്ചിൽ, ഓരോ ഓർമ്മയും അവനെ ചുട്ടുപൊള്ളിച്ചു. താൻ ഉപേക്ഷിച്ച ആ കുടുംബം ഇപ്പോൾ എവിടെയായിരിക്കും? അച്ഛൻ മരിച്ചിട്ടുണ്ടാകുമോ? കുഞ്ഞുങ്ങൾ തെരുവിൽ അലിയുന്നുണ്ടാകുമോ? ആ കുറ്റബോധം അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. പത്രക്കടലാസുകളിൽ പലപ്പോഴും വസ്ത്രവ്യാപാര രംഗത്ത് പുതിയ താരങ്ങളായ മാളവികയുടെയും കാർത്തികയുടെയും ചിത്രങ്ങൾ അവൻ കാണുമായിരുന്നു. പക്ഷെ അവ തന്റെ മക്കളാണെന്ന് ആ പാവ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല. സ്വന്തം മാംസത്തെയും രക്തത്തെയും തള്ളിപ്പറഞ്ഞ സേതുവിന് കാലം നൽകിയ വലിയൊരു ശിക്ഷയായിരുന്നു ആ തെരുവിലെ ജീവിതം. ഒടുവിൽ മരിക്കുമ്പോഴെങ്കിലും അച്ഛന്റെ കാലു പിടിച്ച് മാപ്പ് ചോദിക്കണമെന്ന ആഗ്രഹം അവനിൽ അമിതമായി വളർന്നു. പിച്ചയെടുത്ത് കിട്ടിയ നാണയങ്ങൾ കൂട്ടിവെച്ച് അവനൊരു തീരുമാനം എടുത്തു. താൻ പാപം ചെയ്ത മണ്ണിലേക്ക്, തന്റെ കോഴിക്കോട്ടേക്ക് മടങ്ങുക. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അവൻ തന്റെ അവസാന യാത്രക്ക് തയ്യാറെടുത്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നു നിന്നപ്പോൾ സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ബന്ധങ്ങളും അറുത്തെറിഞ്ഞ് ആഡംബരത്തിന്റെ ചിറകിലേറി കൊച്ചിയിലേക്ക് പറന്ന അതേ സ്റ്റേഷൻ, ഇന്ന് അതേ മണ്ണിലേക്ക് അവൻ തിരികെ വന്നിരിക്കുന്നത് ഒരു വീൽ ചെയറിലാണ്. മെലിഞ്ഞുണങ്ങിയ ശരീരം, നരച്ചു ജട പിടിച്ച മുടി, കീറി പറഞ്ഞ വസ്ത്രങ്ങൾ, കൂടെയുള്ളത് കൈപ്പേറിയ കുറ്റബോധം മാത്രം. പിച്ചയെടുത്ത് കിട്ടിയ നാണയത്തുട്ടുകൾ നൽകിയാണ് അവൻ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ സഹായത്തോടെ മിഠായി തെരുവിലേക്ക് എത്തിയത്. മിഠായി തെരുവ് ഒരുപാട് മാറിയിരിക്കുന്നു. തന്റെ അച്ഛൻ പണിയെടുത്ത ആ പഴയ ആഭരണശാല ഇപ്പോൾ അവിടെയില്ല. പകരം വലിയ കെട്ടിടങ്ങൾ ഉയർന്നിരിക്കുന്നു. വഴിയിൽ കണ്ട് പ്രായമായ ഒരാളോട് സേതു വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഇവിടെ രാഘവൻ നായർ എന്നൊരു സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ അറിയുമോ? ആ മനുഷ്യൻ അത്ഭുതത്തോടെ സേതുവിനെ നോക്കി. രാഘവൻ നായരോ? അദ്ദേഹത്തെ അറിയാത്തവർ ഈ മിഠായി തെരുവിൽ ആരുമില്ല. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ ഇന്ന് വലിയ നിലയിലാണ്. കോഴിക്കോട് ബൈപ്പാസിനടുത്ത് ആദ്യ ടെക്സ്റ്റൈൽസ് എന്ന വലിയ ഫാക്ടറി അവരുടേതാണ്. അദ്ദേഹം ഇപ്പോൾ അവരുടെ പുതിയ വീട്ടിലാണ് താമസം. സേതുവിന്റെ നെഞ്ച് പടപട ഇടിച്ചു. തന്റെ മക്കൾ തെരുവിൽ അലയുകയല്ല, മറിച്ച് വിജയികളായിരിക്കുന്നു. ഒരു നിമിഷം അവന് സന്തോഷം തോന്നിയെങ്കിലും തൊട്ടടുത്ത നിമിഷം താൻ അവരോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് അവൻ ഭയന്നു. എങ്കിലും മാപ്പ് അപേക്ഷിക്കാതെ തനിക്ക് മരിക്കാനാവില്ലെന്ന് അവൻ ഉറപ്പിച്ചു. വീൽ ചെയർ തള്ളി അവൻ ബൈപ്പാസിലെ ആ കുറ്റൻ ഫാക്ടറിക്ക് മുന്നിലെത്തി. ഗേറ്റിൽ കാവൽ നിന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ആ ഭിക്ഷക്കാരനെ ആട്ടി ഓടിച്ചു. ഇതൊരു ഫാക്ടറിയാണ്, ഇവിടുന്നൊന്നും കിട്ടില്ല, പൊയ്ക്കോ. സേതു അവിടെ തന്നെ കാത്തുനിന്നു. സമയം വൈകുന്നേരം 6 മണി. ഫാക്ടറിയുടെ വലിയ ഗേറ്റുകൾ തുറക്കപ്പെട്ടു. വില കൂടിയ ഒരു കറുത്ത BMW കാർ സാവധാനം പുറത്തേക്ക് വന്നു. കാറിന്റെ പിൻസീറ്റിൽ വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് ഗാംഭീര്യത്തോടെ രാഘവൻ നായർ ഇരിപ്പുണ്ട്. മുൻസീറ്റിൽ കാർ ഓടിക്കുന്നത് മാളവികയും അരികിൽ കാർത്തികയുമായിരുന്നു. സേതു തന്റെ സർവ്വ കരുത്തുമെടുത്ത് വീൽ ചെയർ കാറിന് മുന്നിലേക്ക് തള്ളിക്കയറ്റി. മാളവിക പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. കാർ ഒരു നെട്ടലോടെ നിന്നു. സെക്യൂരിറ്റിക്കാർ ദേഷ്യത്തോടെ സേതുവിനെ പിടിച്ചു മാറ്റാൻ ഓടിയെത്തി. ശബ്ദം കേട്ട് കാറിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങി. ആരാണിത്? ഇയാൾക്ക് എന്താണ് വേണ്ടത്? കാർത്തിക ഗൗരവത്തോടെ ചോദിച്ചു. സേതു തല ഉയർത്തി അവരെ നോക്കി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. വിറക്കുന്ന കൈകൾ കൂപ്പി അവൻ കരഞ്ഞു. മക്കളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ അച്ഛനാണ്. രാഘവൻ നായർ എന്ന അച്ഛന്റെ പാപി മകനാണ്. ആ വാക്കുകൾ കേട്ടതും അവിടെ ശ്മശാന മൂകത പടർന്നു. രാഘവൻ നായർ വിറക്കുന്ന കാലുകളോടെ മകന്റെ അടുത്തേക്ക് നടന്നു. തന്റെ മകൻ ഒരു വീൽ ചെയറിൽ കാലുകളില്ലാതെ ഭിക്ഷക്കാരനായി കിടക്കുന്നത് കണ്ടപ്പോൾ ആ വൃദ്ധന്റെ ഉള്ളുലഞ്ഞു. മാളവികയുടെയും കാർത്തികയുടെയും മുഖത്ത് ആദ്യമുണ്ടായത് കടുത്ത ദേഷ്യമായിരുന്നു. അച്ഛനോ? ഞങ്ങൾക്കൊരു അച്ഛനില്ല. ഞങ്ങളുടെ അമ്മയെ കൊന്നവൻ, ഞങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചവൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മാളവിക ആക്രോശിച്ചു. ഞങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ആഡംബരത്തിലായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് പണമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തിരികെ വന്നതാണോ? സേതു തലകുനിച്ചു.
എനിക്ക് പണം വേണ്ട മക്കളെ, എനിക്ക് നിങ്ങളുടെ മാപ്പ് മാത്രം മതി. ദൈവം എനിക്ക് ശിക്ഷ നൽകിക്കഴിഞ്ഞു. എന്റെ കാലുകൾ പോയി, എന്റെ സ്വപ്നങ്ങൾ തകർന്നു. എനിക്കിനി അധിക കാലമില്ല. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. അവൻ രാഘവൻ നായരുടെ കാൽക്കൽ വീണ് കരഞ്ഞു. രാഘവൻ നായർ കൊച്ചുമക്കളെ നോക്കി. അവർ ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവരെ അരികിലേക്ക് വിളിച്ചു. മക്കളെ, അവൻ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. പക്ഷേ നോക്കൂ, വിധി അവന് നൽകിയ ശിക്ഷ നോക്കൂ. നമ്മൾ അവനെ പോലെ ആകരുത്. പകയല്ല, കരുണയാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങളുടെ അമ്മ ശ്രീജ ഒരു പവിത്രമായ ആത്മാവായിരുന്നു. അവൾ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അവനെ ഈ അവസ്ഥയിൽ തെരുവിലേക്ക് തള്ളില്ലായിരുന്നു. നമുക്കവനെ ഒരു ഭിക്ഷക്കാരനായി റോഡിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. മുത്തച്ഛന്റെ വാക്കുകൾ ആ പെൺകുട്ടികളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. അവർ പരസ്പരം നോക്കി. തങ്ങൾ വിജയിച്ചുവെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തങ്ങളെ തകർത്തവരോട് കരുണ കാണിക്കുക എന്നതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മാളവിക സാവധാനം മുന്നോട്ട് വന്ന് തന്റെ ബാഗിൽ നിന്ന് ഒരു തുണിയെടുത്ത് അച്ഛന്റെ കണ്ണുനീർ തുടച്ചു. പക്ഷെ അവൾ അവനെ അച്ഛ എന്ന് വിളിച്ചില്ല. ദയവായി ഇയാളെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകൂ. ചികിത്സയും ഭക്ഷണവും നൽകൂ, കാർത്തിക സെക്യൂരിറ്റിയോട് പറഞ്ഞു. സേതുവിന് തന്റെ മക്കളുടെ കൊട്ടാരത്തിൽ ഒരു രാജാവാകാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ കാരുണ്യത്തിൽ അവിടെ കഴിയാൻ ഇടം കിട്ടി. താൻ ഉപേക്ഷിച്ച ആ പെൺകുഞ്ഞുങ്ങൾ ഇന്നൊരു വലിയ ലോകം തന്നെ ഭരിക്കുമ്പോൾ അതിലൊരു ചെറിയ കോണിൽ അവരുടെ ദയ കാത്ത് കിടക്കേണ്ടി വന്നതാണ് സേതുവിന് ലഭിച്ച ഏറ്റവും വലിയ പ്രായശ്ചിത്തം. കർമ്മഫലം തേടിയെത്തുമെന്നും പെൺമക്കൾ കുടുംബത്തിന്റെ ശാപമല്ല, മറിച്ച് രക്ഷകരാണെന്നും ആ മിഠായി തെരുവ് സാക്ഷിയായി.